ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 2 ദിവസം നീണ്ട ഗസ വെടിനിർത്തൽ കരാറിൻ്റെ മീതെയുള്ള ചർച്ച ദോഹയിൽ അവസാനിച്ചു. ചർച്ചയുടെ അനന്തരഫലം എന്ന നിലയിൽ ഇപ്പോൾ ആകെയുണ്ടായിട്ടുള്ളത് 3 കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത പ്രസ്താവനയാണ്. ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എന്നീ 3 മധ്യസ്ഥ രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമാണ്: ചർച്ചകൾ ക്രിയാത്മകവും പ്രതീക്ഷ നിറഞ്ഞതുമാണ്. ഈ കരാർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും കരാറിൽ എന്തെല്ലാം മാനുഷിക ഘടകങ്ങൾ ഉൾപ്പെടുത്തണമെന്നതിനെക്കുറിച്ചും ടീമിലെ സാങ്കേതിക വിദഗ്ധർ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും. അതേപോലെ തന്നെ ഇസ്രായേലി ബന്ദികളുടെയും ഫലസ്തീൻ തടവുകാരുടെയും കാര്യത്തിലും തീരുമാനമുണ്ടാകും. അടുത്തയാഴ്ച അവസാനിക്കും മുമ്പ് കൈറോയിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ വീണ്ടും ഒന്നിച്ചു ചേരുകയും ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഒരു കരാറിലെത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ നടന്ന ചർച്ചകൾ എന്തെല്ലാമെന്ന് പുറത്തായില്ലെങ്കിലും മധ്യസ്ഥ രാജ്യങ്ങൾ കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇതുവരെ നടന്ന ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായി അവർക്കിടയിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളമുണ്ട്. ഹമാസ് ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന്റെ ചട്ടക്കൂടിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ആ കരട് പ്രമേയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന നിലപാടിലാണ്. ആ ഒരു അകൽച്ച തീർത്തും പരിഹരിക്കാനായില്ല എന്ന് വേണം ഇപ്പോഴും ചിന്തിക്കാൻ. എന്തു തന്നെയായാലും ഈ കരാറിന്റെ കാലവിളംബം ഹിസ്ബുള്ളയെയും ഇറാനെയും കാര്യമായി ബാധിക്കും. സത്യത്തിൽ ഈ കരാറിന്റെ ലക്ഷ്യം തന്നെ അതുതന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ഏറ്റുമുട്ടലിന് കുതിക്കാനിരിക്കുന്ന ഇറാന്റെ ഇന്ധനമാണ് തണുത്തുറയുന്നത്. ഈ കാലതാമസത്തിനിടയ്ക്ക് തിളച്ചു മറിഞ്ഞ ഇറാന്റെ അഗ്നിപർവ്വതം തണുത്തുറഞ്ഞ് ഘനീഭവിക്കാനാണ് സാധ്യത. തിളച്ചു നിന്നിരുന്ന ഇറാനെ ഒരു വെടിനിർത്തലിന്റെ പേരിൽ ആക്രമണത്തിൽ നിന്നും പിറകോട്ടടിച്ച് മരവിപ്പിച്ചു നിർത്തുക എന്നതായിരിക്കും ഇവരുടെ ലക്ഷ്യമെന്ന് കരുതുന്നു. ആ ലക്ഷ്യമാണോ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സംശയമാണ്. വെടിനിർത്തൽ കരാറിന്റെ പ്രധാന വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ നേരിയ പുരോഗതി ഉണ്ടായിരിക്കാം. എന്നാൽ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നും നോക്കുമ്പോൾ ചില തടസ്സങ്ങൾ ഇപ്പോഴും ഉണ്ടാവാനാണ് സാധ്യത. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നെതന്യാഹുവിന് ചില ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളിൽ അയാൾ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം, രാജ്യത്തിനകത്തുള്ള സമ്മർദ്ദം, ഭരണപക്ഷത്തിന്റെ ഇടയിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഇടയിൽ നിന്നുമുള്ള സമ്മർദ്ദം, കൂട്ടുകക്ഷികൾക്കിടയിൽ നിന്നും ബന്ധുക്കളിൽ ഇടയിലുമുള്ള സമ്മർദ്ദം, ഇതെല്ലാം ഉണ്ടായിട്ടും വെടിനിർത്തൽ കരാറിന്റെ വിഷയത്തിൽ നെതന്യാഹു തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ആ ഉറച്ച നിലപാടിനെ ഈ ചർച്ചകൾക്ക് തിരുത്താൻ ആയില്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് വെടിനിർത്തൽ സാധ്യമാകുമോ എന്നത് സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി കരാർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഒന്നും പറയാനാവില്ല. കാരണം മറുഭാഗത്ത് നെതന്യാഹുവാണ്. അതേസമയം ഇസ്രായേൽ തെക്കൻ ഖാൻ യൂണിസിൽ യുദ്ധം കടുപ്പിക്കുകയാണ്. ഖാൻ യൂണിസിലെ സേഫ് സോണിന്റെ വ്യാപ്തി കുറച്ച് ഒരു ഇടുങ്ങിയ പ്രദേശം മാത്രം ജനവാസയോഗ്യമാക്കി ബാക്കിയുള്ള ജനങ്ങളെ മുഴുവൻ നാട്ടിയൊടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനർത്ഥം തെക്കൻ ഖാൻ യൂണിസിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഫലസ്തീനികളുടെ ജീവിതം ഒന്നുകൂടി പ്രയാസപ്പെടുത്തുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇത്രമാത്രം ക്രൂരത എങ്ങനെ സാധിക്കുന്നുവെന്ന് ചിന്തിക്കാനേ ആവുന്നില്ല. ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് ഖാൻ യൂണിസിൽ നിന്നും ജീവനം കൊണ്ടോടുന്നത്. അല്പമാത്ര അളവിൽ വെള്ളമെങ്കിലും ലഭിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ആട്ടിയൊടിക്കപ്പെടുന്നത്. ഖാൻ യൂണിസിലെയും ദേർ അൽ ബലയിലെയും ജനങ്ങൾ അവരുടെ അവലാദികൾ എണ്ണി പറയുകയാണ്. കഷ്ടപ്പാടിന്റെ, ദുരിതങ്ങളുടെ, നമ്മളാരും അനുഭവിക്കാത്ത കഥകൾ. ജീവൻ നിലനിർത്താൻ മാത്രം ദിക്കുകളിൽ നിന്നും ദിക്കുകളിലേക്ക് കൂട്ടപാലായനം ചെയ്യുന്നവരുടെ കണ്ണീര് വറ്റിച്ചു കളയുന്നതിന്റെ കഥ. പക്ഷെ അതൊന്നും കാണാൻ ലോകം തയ്യാറാവുന്നില്ലെന്ന് മാത്രം. ഗസയിൽ മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 46ലധികം ഫലസ്തീനികളാണ്. ഗസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി കേന്ദ്രമായ ജബലിയയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇത് ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ഒരു അപ്പാർട്ട്മെന്റ്. പാരാമെഡിക്കൽ വിഭാഗവും സിവിൽ ഡിഫൻസ് വിഭാഗവും സംഭവസ്ഥലത്ത് ഓടിയെത്തി അവർ ബോഡികൾ റിക്കവർ ചെയ്യാൻ തുടങ്ങുന്നു. ഇസ്രായേലി ആക്രമണത്തിന്റെ അനന്തരഫലം നമുക്ക് ഈ കെട്ടിടത്തിൽ കാണാം. ഇസ്രായേലിന്റെ തീവ്രമായ ആക്രമണത്തിൽ തകർന്നുപോയ ബിൽഡിങ്ങിന്റെ പുറം ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഡെഡ് ബോഡി കാണാം. ആർക്കും ആ ഡെഡ് ബോഡി അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതിനുള്ള സംവിധാനം അവരുടെ കൈവശമില്ല. ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുന്ന രംഗങ്ങൾ. സിവിൽ ഡിഫൻസ് വിഭാഗം അവരുടെ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ചിതറിത്തെറിച്ച അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കുന്നു. ഇസ്രായേലിന്റെ എല്ലാ ക്രൂരതകൾക്കും ദൈവം അവരെ ശിക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസം മാത്രമാണ് ഫലസ്തീനികൾക്കുള്ളത്. അതുതന്നെയാണ് ഈ ദുരന്തത്തിലും അവർക്ക് ബാക്കിയായിട്ടുള്ള കൈമുതൽ. ഫലസ്തീനികൾ പറയുന്നത്, ഞങ്ങൾ അഭയാർത്ഥികളായിട്ട് മാസങ്ങളായി. ഇസ്രായേൽ തകർത്ത ഈ ബഹുനില കെട്ടിടത്തിൽ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് താമസം. ആ ബിൽഡിങ്ങിലാണ് ഇസ്രായേൽ മിസൈൽ വർഷിച്ചത്. ഇസ്രായേലിന് ആവശ്യം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരയാണ്.
നിരപരാധികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും രക്തമാണ് അവർക്ക് ആവശ്യം. ഇസ്രായേലും ലോകവും എല്ലാം നിശബ്ദമായി കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കൻ ഇസ്രായേൽ ഇന്റലിജൻസിന് ലഭിച്ച വിവരമനുസരിച്ച് ഇറാനും ഹിസ്ബുള്ളയും നെതന്യാഹുവിനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല, നെതന്യാഹു മന്ത്രിസഭയിലെ മറ്റു പ്രധാനികളും ഇസ്രായേലി മിലിറ്ററി തലവന്മാരും മൊസദിന്റെ തലവന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഇപ്പോൾ നിറഞ്ഞ ഭീതിയിലാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സുരക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിനുള്ളിൽ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ആക്രമണത്തെ ചെറുക്കാൻ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും മറ്റു പ്രമുഖരുടെയും ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാനുള്ള ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ വൻകിട രാജ്യങ്ങൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ മറികടന്നിട്ട് വേണം നെതന്യാഹുവിനെയും മറ്റു പ്രമുഖരെയും ആക്രമിക്കാൻ. നേരിട്ടൊരു മിസൈൽ ആക്രമണത്തിന് സാധിച്ചില്ലെങ്കിൽ ഇസ്രായേലിൽ ചെയ്യുന്നത് പോലെ ചതി പ്രയോഗത്തിലൂടെയാവാനും മതി. എന്തായാലും ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഇപ്പോൾ. അതിനിടെ സദേൺ ലെബനോനിലെ നെബത്തിർ എന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗ് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഒരു അമ്മയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ആയുധപുരയായിരുന്നു ഇത് എന്നാണ്. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് അവിടെ ഒരു മെറ്റൽ ഫാക്ടറി ആയിരുന്നു എന്നാണ്. കൊല്ലപ്പെട്ട അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബം സിറിയക്കാരായ ആ ഫാക്ടറിയിലെ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു എന്നാണ്. ഇസ്രായേൽ ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ്. ഏതൊരു ബിൽഡിംഗും അവർക്കിപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ആയുധപ്പുരകളാണ്. മരിക്കുന്നവരോ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും പടയാളികളും. തകർക്കപ്പെട്ട കമ്പനിയുടെ ഓണർ പറയുന്നത് കോടികളുടെ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം തന്നെ ഈ രൂപത്തിലുള്ളതാണ്. ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവനും അമേരിക്കയുടേതാണെന്നാണ്.